മതി ഉമ്മച്ചി, മതി, നിർത്ത്. ഞാനിനി നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇവിടെ നിൽക്കത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം. പക്ഷേ നിങ്ങളീ പറഞ്ഞ കുറവുകളൊക്കെ എൻ്റെ ഇക്കാനും ഞാനൊരു കുറവായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയണം. ഇക്കാരം പറഞ്ഞ് നീ ഇത് എങ്ങോട്ടാ കയറുന്നേ? കയറി നീ എവിടോട്ടാ പോന്നേ? 10-20 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഇക്കാൻ അത്രയും ദിവസം എന്നോട് കാണിച്ച ആ ഒരു സ്നേഹം, എനിക്ക് തന്ന പരിഗണന, നിങ്ങളിൽ ആരിൽ നിന്നും അത് കിട്ടാതെ വന്നപ്പോൾ പോലും ഞാൻ വിഷമിച്ചില്ല. കാരണം എനിക്ക് അദ്ദേഹം ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ നിന്ന് ഇതൊക്കെ ഒന്ന് അറിയണം. എന്നിട്ട് ഞാൻ പൊക്കോളാം. നിർത്തടി അതീ പ്രസംഗി. നീ എൻ്റെ കുഞ്ഞിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ടാണോ? വിളിക്കണം പോലും ഒക്കെ. വിളിപ്പിക്കാൻ നിന്നെയും കൊണ്ട് ഞാൻ. എൻ്റെ കുഞ്ഞിനെ നീ വിളിച്ചു പോകരുത്. ഇല്ല ഉമ്മച്ചി, എനിക്ക് ആരുടെയും സ്വസ്ഥത കളയണ്ട. നിങ്ങളുടെ ആരുടെയും സ്വസ്ഥത കളയണ്ട. ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടരുതെന്നുണ്ട് എനിക്ക്. ആർക്കും ഒരു ബാധ്യതയാവില്ല ഞാൻ. ഞാൻ പോയി തരാം ഉമ്മച്ചി. എല്ലാവർക്കും ബാധ്യതയാവാതെ ഞാൻ ഇവിടുന്ന് പോയി തരാം. എനിക്കറിയില്ലായിരുന്നു ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി എന്നുള്ളത്. 10-20 ദിവസമല്ലേ ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ നിന്നിട്ടുള്ളൂ. ഈ 10-20 ദിവസം ഞാൻ നിങ്ങളെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? എന്നാ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടില്ലേ? എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഉമ്മ എന്നെ നോക്കിയതുപോലെ നിങ്ങളും എന്നെ നോക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ പോയി തരാം ഉമ്മച്ചി. പോയി ചാത്തൂടെ എനക്ക് പ്രയോജനമില്ലാത്തവള്. നിന്റെ ഉപ്പായ്ക്കും ഉമ്മയ്ക്കും നിന്നെ വേണ്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വിട്ടത്. ശവം, കാക്കാലതി കറമ്പി. നീ കാണണ്ട. എന്തിനാ എൻ്റെ റബ്ബേ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത്? ഞാൻ എന്തിനിങ്ങനെ കറുത്തുപോയി? ഇനി എന്തിനിങ്ങനെ ജീവനോടിരിക്കുന്നേ? ആർക്ക് ബുദ്ധിമുട്ടായിട്ട്? ആർക്ക് വേണം? അവർക്കും ഞാനൊരു ബാധ്യതയായിരുന്നില്ലേ? ഉപ്പയുടെ ഉമ്മയുടെ എത്ര പറഞ്ഞാ ഞാൻ എന്നെ ഈ പ്രായത്തിൽ കെട്ടിക്കല്ലേ എന്ന്. കൂടെ ഉള്ളവരെല്ലാം പഠിക്കുകയാണ്, ജോലി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ അവർക്കൊക്കെ ഒരു ബാധ്യതയായിരുന്നോ? ഇനി എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നേ? ഇനി ഞാൻ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട ഉപ്പയ്ക്കും ഉമ്മയ്ക്കും, ഞാൻ പോവുകയാണ് ആരുടെയും കുത്തുവാക്കുകളില്ലാത്ത ലോകത്തേക്ക്. അന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിക്കാഹ് വേണ്ട എന്ന്, പഠിച്ചാൽ മതിയെന്ന്. നിങ്ങൾക്ക് ഞാനൊരു ഭാരമായിരുന്നില്ലേ? ഈ 19 വയസ്സിൽ പുതിയൊരു ലോകത്തേക്ക് പറിച്ചു നട്ടപ്പോൾ ഇവിടെയുള്ളവർ എൻ്റെ ഉമ്മച്ചിയെപ്പോലെ ആകുമെന്ന് ഞാൻ കരുതി. ഞാൻ കണ്ടിട്ടുള്ള നിങ്ങളുടെ ജീവിതം പോലെ, ചുറ്റിനുമുള്ള മറ്റുള്ളവരുടെയൊക്കെ ജീവിതം പോലെ എന്നെ എൻ്റെ ഭർത്താവും സ്നേഹിക്കുമെന്ന് കരുതി. ആ കരുതൽ തികച്ചും തെറ്റായിരുന്നു. ഇന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നവർക്കൊരു കാക്കാലത്തേക്കാൾ കുറഞ്ഞവൾ, കറുമ്പി. ഈ കറുമ്പി പോകുന്നു എന്നേക്കുമായി. തീരണം.